ആദ്യ ബജറ്റാണ് ജൂലൈ 23-ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ സാധാരണക്കാർ മുതൽ കോർപ്പറേറ്റ് ഭീമന്മാർ വരെ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനായി കാത്തിരിക്കുന്നത്. 2047ഓടുകൂടി വികസിത രാജ്യമെന്ന ഇന്ത്യയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ പല മേഖലകളും മുൻനിരയിലേക്ക് എത്തി. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ AI വരെ നീളുന്ന പരിഷ്കരണങ്ങളുടെ ഗുണഭോക്താക്കളായ ഒട്ടനവധി കമ്പനികളുമുണ്ട്. ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് നിർമ്മലാ സീതാരാമൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിരോധം, റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളാണ് ഇതുവരെയുള്ള നിർമ്മലാ സീതാരാമന്റെ ബജറ്റുകളിൽ ശ്രദ്ധാകേന്ദ്രമായത്. എന്നാൽ അടിസ്ഥാനപരമായി കാർഷിക സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ വിജയം കണ്ടോ എന്നതിനൊപ്പം ഈ മേഖലയിലെ കമ്പനികളുടെ ഓഹരികളുടെ പ്രകടനം കൂടി വിലയിരുത്തി നോക്കാം. രാജ്യത്തെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളെയും അബ്സോർബ് ചെയ്യുന്ന മേഖലയാണ് കാർഷിക ഇതര മേഖല. ഏതൊരു സർക്കാരും അധികാരത്തിലേറുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രിയ സ്കീമുകൾ വാഗ്ദാനം ചെയ്യുന്ന മേഖലയും കാർഷിക മേഖല തന്നെയാണ്. മോദി സർക്കാരും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. 2014 ആദ്യ ബജറ്റിൽ കൃഷിക്കായി അനുവദിച്ചത് 31,063 കോടി രൂപയാണ്. തുടർന്ന് 2023 എത്തിയപ്പോൾ ഇത് 1,25,035.79 കോടി രൂപയായി ഉയർന്നു. കാർഷിക രംഗത്തെ വളർച്ച മറ്റ് മേഖലകളുടെ വളർച്ചയുടെ വേഗതയും വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം എത്തുമ്പോൾ സ്വാഭാവികമായും ഗ്രാമീണ മേഖലയുടെ വളർച്ചയോടൊപ്പം അഗ്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസർ കമ്പനികളുടെ സെയിൽസ് വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച FMCG, ഓട്ടോ കമ്പനികളുടെ വളർച്ചയിലേക്കും നയിക്കും. അതുപോലെ കൂടുതൽ ഇറിഗേഷൻ പ്രൊജക്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായും സിമന്റ് അടക്കമുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഇത് ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലും പോസിറ്റീവായി പ്രതിഫലിക്കുകയും ചെയ്യും. കൃഷിയെ ആധുനികവൽക്കരിക്കുന്നതിനായി അഗ്രിടെക് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ അഗ്രിടെക് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനായി 100 കോടി രൂപയാണ് 2014 വകയിരുത്തിയത്. ടെക്നോളജിയിൽ അധിഷ്ഠിതമായി രണ്ടാം ഹരിത വിപ്ലവം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രോട്ടീൻ റെവല്യൂഷൻ പദ്ധതിയും ആവിഷ്കരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ മേഖലയിൽ 2014 ശേഷം നിരവധി കമ്പനികളാണ് സ്റ്റാർട്ടപ്പുകളായി സ്ഥാപിക്കപ്പെട്ടത്. 2019 രാജ്യത്ത് ആദ്യമായി കാർഷിക കയറ്റുമതി നയത്തിന് സർക്കാർ രൂപം നൽകി. ഇതോടെ കാർഷിക കയറ്റുമതി 4 ലക്ഷം കോടി രൂപയിലേക്ക് കുതിച്ചു. ഒപ്പം ഉൽപാദന ക്ലസ്റ്ററുകളും FPOകളും ശക്തിപ്പെടുത്തുക, കർഷകരെ വിപണിയുമായി ബന്ധിപ്പിക്കുക, വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ഓപ്പറേഷൻ ഗ്രീൻസ് എന്ന പദ്ധതിയും നടപ്പാക്കിയിരുന്നു. 2024 ഇടക്കാല ബജറ്റിൽ 1,17,528.79 കോടി രൂപയാണ് വകയിരുത്തിയത്. ഈ NDA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ PM കിസാൻ സമ്മാൻ യോജന, PM ഫസൽ ഭീമ യോജന തുടങ്ങിയ പദ്ധതികളായിരുന്നു ബജറ്റിൽ ഇടം പിടിച്ചത്. ഒപ്പം എണ്ണക്കുരു ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിരുന്നു. ബജറ്റ് അലൊക്കേഷൻ ഉണ്ടെങ്കിലും മറ്റു മേഖലകളെ അപേക്ഷിച്ച് കാർഷിക മേഖലയുടെ വളർച്ച മികച്ചതല്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വ്യാവസായിക സേവന മേഖലയിലെ ദ്രുതഗതിയിലുള്ള വളർച്ച കാരണം 1990-91 35% നിന്ന് ഇന്ത്യയുടെ GDPയിൽ കാർഷിക വിഹിതം കഴിഞ്ഞ സാമ്പത്തിക വർഷം 15% കുറഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ വളർച്ച 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.8% രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ ഈ ബജറ്റിലും ഗണ്യമായ വകയിരുത്തൽ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കാർഷിക മേഖലയിൽ ടെക്നോളജിയെ കൂടുതൽ ഉപയോഗിക്കുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിലെ സംഭരണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ഈ ബജറ്റിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. ഇത്തരം നടപടികൾ കർഷകർക്കും കാർഷിക യന്ത്ര നിർമ്മാതാക്കൾക്കും ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറുകൾക്കും ഒരുപോലെ നേട്ടങ്ങൾ നൽകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം കാർഷിക രംഗത്തേക്ക് യുവജനങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തൊഴിലില്ലായ്മ കുറയ്ക്കാനും രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഈ നടപടികൾ അത്യാവശ്യമാണ്. ഓഹരി വിപണിയിലേക്ക് നോക്കുമ്പോൾ കൃഷി ഉൾപ്പെടെ പ്രാഥമിക മേഖലയിലെ നിരവധി കമ്പനികളിൽ ബഡ്ജറ്റിന് മുൻപും പിൻപുമായി റാലി ഉണ്ടായതായി കാണാം. PI ഇൻഡസ്ട്രീസ് 5 വർഷ കാലയളവിൽ 239.31% റിട്ടേണാണ് നിക്ഷേപകർക്ക് നൽകിയത്. ധനുക അഗ്രിടെക് 329.97% നേട്ടം നൽകിയപ്പോൾ ബെയർ ക്രോപ്പ് സയൻസ് 94.01% റിട്ടേണും നൽകിയിരിക്കുന്നു.
റാലിസ് ഇന്ത്യ ആകട്ടെ 123.66% നേട്ടം നൽകിയപ്പോൾ കാവേരി സീഡ്സ് 117.43% നേട്ടവും നൽകിയിരിക്കുന്നു. ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ നിക്ഷേപകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന മറ്റൊരു സെക്ടർ റെയിൽവേ തന്നെയാണ്. ഇക്കഴിഞ്ഞ ഇന്ററിം ബജറ്റിൽ റെയിൽവേക്കായി 2.52 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചു നൽകിയിട്ടുള്ളത്. കൂടാതെ 100% FDI നിക്ഷേപം ഉറപ്പുവരുത്തി. 2030 അത്യാധുനിക റെയിൽവേ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് നാഷണൽ റെയിൽ പ്ലാൻ സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. 2023 ബജറ്റിൽ വകയിരുത്തിയ തുകയുടെ 9 മടങ്ങ് അധിക തുക ഇന്ററിം ബജറ്റിൽ അനുവദിച്ചിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 2.4 ലക്ഷം കോടി രൂപയാണ് റെയിൽവേക്കായി അനുവദിച്ചത്. റെയിൽവേ കോൺട്രാക്ടിംഗ് കമ്പനികളുടെയും വാഗൺ നിർമ്മാണ കമ്പനികളുടെയും ഓർഡർ ഇൻഫ്ലോയിൽ ക്രമാതീതമായ വർധനവാണ് ഉണ്ടായത്. 2030 നിലവിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആനുപാതികമായി വളരുന്നതിന് കുറഞ്ഞത് 12 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇനിയും ഈ മേഖലയിൽ അനിവാര്യമാണെന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ എന്നിവ ഇന്ത്യയുടെ റെയിൽവേയുടെ പ്രതിച്ഛായ തന്നെ മാറ്റി. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനും ആധുനികവൽക്കരണത്തിനുമായി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമും അവതരിപ്പിച്ചിരുന്നു. മെട്രോ റെയിൽ വികസനത്തിലുള്ള നടപടികളും ട്രാക്കുകളുടെ ഇലക്ട്രിഫിക്കേഷൻ നടപടികളുമെല്ലാം നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. സമീപ വർഷങ്ങളിൽ ബജറ്റിൽ റെയിൽവേ മേഖലയ്ക്കായി അനുവദിച്ച തുക പരിശോധിച്ചു നോക്കാം. 2019-20 സാമ്പത്തിക വർഷത്തിൽ 1.58 ലക്ഷം കോടി രൂപ അനുവദിച്ചു നൽകിയതിൽ നിന്നും 2023-24 ആയപ്പോഴേക്ക് 2.4 ലക്ഷം കോടി രൂപയായി ഉയർന്നു. നിലവിലെ പദ്ധതികൾ ശരിയായ ദിശയിലായാൽ റെയിൽ കമ്പനികളുടെ ഓഹരികളുടെ മുന്നേറ്റം തുടരുമെന്നതിൽ സംശയമില്ല. ഇക്കുറി 2,52,200 കോടി രൂപയാണ് റെയിൽവേക്കായി വകയിരുത്തിയത്. അതോടൊപ്പം 10,000 കോടി രൂപയുടെ അധിക തുകയും അനുവദിച്ചിരുന്നു. റെയിൽ അപകടങ്ങളുടെ സമീപകാല വർധനവ് കണക്കിലെടുത്ത് ഇത്തവണ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സിന് പ്രഥമ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. റെയിൽ റോഡ് കണക്ടിവിറ്റി, ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI പോലുള്ള സാങ്കേതിക വിദ്യകൾ മേഖലയിൽ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാപെക്സ് ഉയർത്തുമെന്നാണ് അനുമാനം. റെയിൽവേയുടെ ചരക്ക് കയറ്റുമതി വിപണി വിഹിതം 30% മുകളിലായി ഉയർത്താൻ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ററിം ബജറ്റിൽ അവതരിപ്പിച്ച എക്കണോമിക് കോറിഡോർ ഡെവലപ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. നമുക്കറിയാം, സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം എന്ന നിലയിൽ കൂടി ബജറ്റ് വകയിരുത്തലിൽ മേഖലയ്ക്ക് പ്രഥമ പരിഗണന ലഭിക്കാറുണ്ട്. റെയിൽവേ ആൻസിലറി പ്രൊഡക്റ്റുകളുടെ നിർമ്മാണത്തിനായി ഗവൺമെന്റ് PLI സ്കീമുകൾ അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നടപടി MSME സെക്ടറിലുള്ള ചെറുകിട കമ്പനികൾക്ക് പ്രചോദനമാകും. ഇനി റെയിൽ മേഖലയിലെ റെയിൽ കമ്പനികളുടെ പ്രകടനം വിലയിരുത്തി നോക്കാം. തിത്തഗർ റെയിൽ 5 വർഷ കാലയളവിൽ 258.79% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. RVNL 2302.11% റിട്ടേണും നൽകിയിരിക്കുന്നു. ജൂപ്പിറ്റർ വാഗൺസ് 1213.85% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. ടെക്സ്മാക്കോ 453.33% റിട്ടേണും നൽകിയിരിക്കുന്നു. ഇർക്കോണ്ട ഓഹരികളിൽ നിന്നും 750% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് ലഭിച്ചത്. റൈറ്റ്സിന്റെ ഓഹരികൾ 235% നേട്ടം നൽകിയപ്പോൾ IRFC 772% റിട്ടേണും നിക്ഷേപകർക്ക് നൽകി. ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിയെ അളക്കുന്ന പ്രധാന ഫാക്ടറുകളിൽ ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി റോഡുകളുടെയും ഹൈവേയുടെയും വികസനത്തിനായി 37,850 കോടി രൂപയായിരുന്നു അനുവദിച്ചത്. ഒപ്പം തുറമുഖ വിപുലീകരണത്തിനായി 11,635 കോടി രൂപയും അനുവദിച്ചു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതിനാൽ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെഗ്മെന്റിൽ 500% വർധനവ് അലോക്കേഷനിൽ ഉണ്ടായി. 2014 അവതരിപ്പിച്ച പ്രധാനമന്ത്രി ഗ്രാം സദക് യോജനയും ഒപ്പം ഭാരത് മാല പരിയോജനയും മോദി സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളായിരുന്നു. ഇക്കഴിഞ്ഞ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 11.11 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയത്. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പ 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനിന്റെ കീഴിൽ 108 ട്രില്യൺ രൂപയുടെ പദ്ധതികളാണ് വിവിധ സ്റ്റേജുകളിലായി നിൽക്കുന്നത്. മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ഉറപ്പുവരുത്തുന്നതിന് എക്കണോമിക് അഫയേഴ്സിന് കീഴിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് സെക്രട്ടേറിയറ്റിനും ഇടക്കാല ബജറ്റ് രൂപം നൽകി.
കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നിവയിലെ നിക്ഷേപം 1.3 ലക്ഷം കോടി മറികടന്നു. Necessary incentives for REITs which will have a pass-through for the purposes of taxation. As an innovation, a modified REITs type structure for infrastructure projects is also being announced as Infrastructure Investment Trust, which would have a similar pass-through status for PPP and other infrastructure projects. These structures would reduce the pressure on the banking system while making available fresh equity. I am confident these instruments would attract long-term finance from foreign and domestic sources, including the NRIs. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയോടൊപ്പം നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈൻ പദ്ധതി കൂടി അവതരിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ മേഖലയിലെ കമ്പനികൾക്ക് നല്ലൊരു വളർച്ചാ സാധ്യത തന്നെയാണുള്ളത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ 2030 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 143 ട്രില്യൺ രൂപയുടെ സ്പെൻഡിംഗ് ആണ് മേഖലയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ലോജിസ്റ്റിക് മേഖലയിലേക്ക് നോക്കിയാൽ 2024 $317.26 ബില്യൺ വളർച്ചയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷത്തോടെ ഇത് $320 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ടാക്സ് കളക്ഷനിലും RBI ഡിവിഡൻഡിലും ശക്തമായ മുന്നേറ്റം ഉണ്ടായതിനാൽ തന്നെ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഇൻഫ്രാ മേഖലയിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. $5 ട്രില്യൺ എന്ന ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ നടപ്പാക്കൽ കൈക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിനാൽ റെയിൽവേ, റോഡ് എന്നിവയോടൊപ്പം എയർപോർട്ട്സ്, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി സെക്ടർ മേഖലകളിലും ക്യാപെക്സ് പുഷ് അനിവാര്യമാണ്. നിലവിൽ വിപണിയിൽ ഇൻഫ്രാ മേഖലയിലെ സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഈ ഒരു എസ്റ്റിമേഷനിൽ തന്നെയാണ് കുതിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പല കമ്പനികൾക്കും ഓർഡർ ഇൻഫ്ലോയിൽ വലിയ ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ബജറ്റിന് ശേഷം ഇതിൽ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ് ആൻഡ് ഹൈവേ സെക്ടറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനാൽ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയത്തിനായി 3 ലക്ഷം കോടി രൂപ വകയിരുത്തുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ഈ മേഖലയിൽ കൂടുതൽ ഡിജിറ്റലൈസേഷൻ ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചേക്കുമെന്നും അനുമാനമുണ്ട്. GPS അടിസ്ഥാനമാക്കിയുള്ള ടോളിംഗ്, റോഡിലുള്ള തകരാറുകൾ കണ്ടെത്തുന്നതിന് AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എന്നിവയും പരിഗണനയിലുണ്ട്. EV, LNG വാഹനങ്ങൾക്കനുസൃതമായ റോഡുകളുടെ വികസനത്തിനുള്ള പദ്ധതികളും കൈക്കൊണ്ടേക്കാം. കൂടാതെ എനർജി മേഖലയിലും കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റിന്യൂവബിൾ എനർജിക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് അവതരിപ്പിക്കുന്നതും. വീടുകളിൽ സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടി അവതരിപ്പിച്ച PM സൂര്യ ഘർ മുഫ്തി ബിജ്ലി യോജനയാണ് അക്കൂട്ടത്തിലൊന്ന്. 2030 500 ഗിഗാവാട്ടിന്റെ ഗ്രീൻ എനർജി ശേഷി കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യം. അതിനാൽ തന്നെ ഇതിന് പിന്തുണ നൽകുന്ന തീരുമാനങ്ങൾ വരുന്ന ബജറ്റിലും ഉണ്ടായേക്കാം. എനർജി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ പരിവർത്തനം വിപണിയിലെ പവർ ഓഹരികളെ കൂടുതൽ പവർഫുൾ ആക്കിയിരുന്നു. ഇന്ത്യ ആഗോളതലത്തിൽ ഹൈഡ്രോ പവർ, വിൻഡ് പവർ കപ്പാസിറ്റിയിൽ 4ാമത്തെ സ്ഥാനത്തും സോളാർ എനർജി കപ്പാസിറ്റിയിൽ 5ാം സ്ഥാനത്തുമാണുള്ളത്. ഇത് വ്യക്തമാക്കുന്നത് ഈ മേഖലയിലെ കമ്പനികളുടെ അനന്തമായ സാധ്യതകളെ തന്നെയാണ്. റിന്യൂവബിൾ എനർജി കമ്പനികളുടെ പ്രകടനം അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടി. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന സെക്ടറുകൾ കൺസ്ട്രക്ഷൻ, പവർ, സിമന്റ്, ലോജിസ്റ്റിക്സ് എന്നിവയാണ്. ഈ മേഖലയിലെ പല കമ്പനികളും ഇക്കാലയളവിൽ വിപണിയിൽ ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഓരോ മേഖലയിലും ലീഡ് ചെയ്ത് നിൽക്കുന്ന പ്രധാന 5 കമ്പനികളെയും അവയുടെ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ പ്രകടനവും നമുക്കൊന്ന് പരിശോധിക്കാം. കൺസ്ട്രക്ഷൻ മേഖലയിലെ KNR കൺസ്ട്രക്ഷൻ 5 വർഷ കാലയളവിൽ 168.38% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി. NBCCയുടെ റിട്ടേൺ 239.03% NCC ഓഹരികൾ 274.39% നേട്ടവും നിക്ഷേപകർക്ക് നൽകി. ലാർസൻ ആൻഡ് ട്യൂബ്രോ 149.14% നേട്ടം നൽകി. IRB ഇൻഫ്ര ഓഹരികളിലേക്ക് വന്നാൽ 644.01% മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവിഭാജ്യ ഘടകമായിട്ടുള്ള സിമന്റ് ഓഹരികളുടെ പ്രകടനം വിലയിരുത്തിയാൽ മാർക്കറ്റിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന അൾട്രാടെക് സിമന്റ് നൽകിയത് 155.38% റിട്ടേൺ ആണ്. അംബുജ സിമന്റ്സ് ഓഹരികൾ 215.73% നേട്ടവും നൽകി. ACCയുടെ ഓഹരികളാകട്ടെ 70.65% മുന്നേറ്റവും പ്രകടമാക്കി. ഡാൽമിയ ഭാരത് 92.1% നേട്ടവും നൽകി. രാജ്യത്തിന്റെ പുരോഗതിക്കനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുന്ന മറ്റൊരു സെക്ടറാണ് പവർ സെക്ടർ, പ്രത്യേകിച്ചും റിന്യൂവബിൾ സ്റ്റോക്കുകൾ.
റിന്യൂവബിൾ ഓഹരികളിൽ SJVN കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നൽകിയത് 461.34% റിട്ടേൺ ആണ്. KPI ഗ്രീൻ 946.6% മുന്നേറി. സുസ്ലോൺ ഓഹരികളാകട്ടെ 1107.76% കുതിപ്പും നടത്തി. ഐനോക്സ് ഗ്രീൻ ഓഹരികൾ 168.7% റിട്ടേൺ ആണ് നൽകിയത്. അദാനി ഗ്രീൻ ഓഹരികളാകട്ടെ 3400% നേട്ടവും നിക്ഷേപകർക്ക് നൽകി.